ഈ പനിക്കൂർക്ക, അമൃതപ്പാല, ചെമ്പകം, ചെമ്പരത്തി ഇതൊക്കെ നമുക്ക് നട്ടുവളർത്താൻ പറ്റും. നമ്മുടെ വീട്ടുവളപ്പിലുള്ള പല ചെടികളും ഔഷധ ഗുണമുള്ളത് തന്നെയാ. പക്ഷേ നമ്മളിൽ പലരും അതറിയുന്നില്ലെന്ന് മാത്രം. ഈ സിനമോമം കാംഫോറ എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചു തന്നെയാ. നമ്മുടെ ഈ കർപ്പൂര ചെടിയില്ലേ, അതിന്റെ ശാസ്ത്രീയ നാമമാ. അത് പേശിവേദനയ്ക്ക് ഉത്തമ. ഈ തൊടിയിലൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വൈദ്യരുടെ സഹായം ഞങ്ങൾക്ക് വേണം. അതിനെന്താ, സന്തോഷമുള്ള കാര്യമല്ലേ. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ ചെറുപ്പക്കാർ ഇക്കാലത്തും ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ, അത് തന്നെ നല്ല കാര്യം. ഇതൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല, എല്ലാ ഹരിയുടെ മിടുക്ക. പിന്നെ മിടുക്കനല്ലേ ഹരി. ഇവനെ പോലുള്ള ചെറുപ്പക്കാരാ ഈ നാടിന്റെ സമ്പത്ത്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടേ. ആയിക്കോട്ടെ. അപ്പോ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വന്നോളൂ. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ കരുതി വെച്ചേക്കാം. നമ്മളുടെ പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പത്മാവതിയുടെ നേതൃത്വത്തിൽ ഔഷധച്ചെടി വിതരണം നടക്കുകയാണ്. അതെ മോളെ, ഈ കക്കോട്ടിക്കാവിലേക്കുള്ള വഴി ഏതാ? അറിയോ കക്കോട്ടിക്കാവ്? ഉപദ്രവിച്ചോ? എന്താ മോളെ പ്രശ്നം? എന്നോട് വഴി ചോദിച്ചതാ. വഴി ചോദിച്ചാലോടാ പ്രായം നാളെ നീ എടുത്തിടിക്കുന്നത്? സ്റ്റേജിൽ കാണിച്ച് തളപ്പൊന്നും നീ ഇവിടെ കാണിക്കണ്ട. വഴി ചോദിച്ചാൽ ഒരു പാവപ്പെട്ട മനുഷ്യ എടുത്തിട്ട് അടിക്കുക ഇവൻ. ഇവനെ ഒന്നും വെറുതെ വിടരുത്. ഈ പാവം പിടിച്ചവനെ തല്ലി ചാച്ചിട്ട് ആയിക്കരക്കോണത്ത് വേണ്ടാ നിന്റെ കളി. മഹേഷേ, SI സതീഷിനെ വിളിക്കടാ. വിളിക്കാം. SI സാർ ഇന്ന് വീട്ടിൽ പോണം എന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങിയതാ. ഇനി ഇതറിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്താകും എന്തോ. അല്ലെങ്കിൽ തന്നെ ഇന്ന് മൊത്തത്തിൽ ദേഷ്യത്തിലായിരുന്നു സാർ. SI സാറ് ആളൊരു മുരടനാ, കൈ കിട്ടിയുണ്ടല്ലോ. സാർ, ഷോട്ടോക്കാൻ ഫസ്റ്റ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ്. ഇതൊക്കെ പഠിച്ചത് കണ്ടവന്റെ ഒക്കെ നെഞ്ചത്തെ കയറാണോടോ? സാറേ അത് പിന്നെ ഞങ്ങൾക്കൊക്കെ എന്താണ് ഇവിടെ പണി പറയടാ. നീ നാട്ടിൽ വന്നിട്ട് കുറച്ചല്ലേ ആയിരുന്നു, പക്ഷെ നാട്ടുകാരെ മുഴുവൻ കയ്യിലെടുത്തു. എന്താടാ നിന്റെ ഉദ്ദേശം? എന്താ സാറേ? ഇയാളാ പെൺകുട്ടിയെ കയറി പിടിക്കാമെന്ന് നീ കണ്ടോ? സാർ ഞാൻ കണ്ടതാണ് സാർ. പക്ഷേ ആ കൊച്ചങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. സാറേ ഞാൻ പറയുന്നത് സത്യമാണ്. അല്ല, നീ ആ പെൺകുട്ടിയെ കയറി പിടിക്കാൻ പോകുന്നത് ഇയാൾ കണ്ടു. അത് പരസ്യമാവാതിരിക്കാൻ വേണ്ടി ആ കുറ്റം നീ ഇയാളുടെ തലയിൽ കെട്ടിവെച്ചു. അതല്ലടാ സത്യം. സാർ പ്ലീസ്. നാട്ടിലെ ചില വേണ്ടപ്പെട്ടവർ കണ്ടതാ നിന്റെ അവിടുത്തെ പെർഫോമൻസ് ഒക്കെ. അവരുടെ മൊഴി തള്ളിക്കളയേണ്ട കാര്യമില്ല. സത്യം പറയടാ, എന്തുദ്ദേശത്തിലാ നീ ആ പെൺകുട്ടിയെ പിറകെ ചെന്നത്? സാർ എന്തൊക്കെയാ പറയുന്നത്? പൊന്നുമോനൊരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി നീ ഇവിടെ കിടക്ക്. എനിക്കിതിൽ കുറച്ച് പണിയുണ്ട്. ഇതാര്? വൈദ്യരോ? വാ. എന്താ വൈദ്യരെ? എന്താ കാര്യം? അല്ല സാറേ, ഞാൻ എന്നോട് ആലോചിക്കാൻ തോന്നരുത്. എന്തിനാ വൈദ്യരെ നമ്മൾ തമ്മിലൊരു മുഖവില? വൈദ്യരെ കാര്യം പറ. അത് പിന്നെ
ഈ ഹരി ഒരു നല്ല പയ്യനാ. കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാതെ ഇദ്ദേഹത്തെ അടിച്ചു എന്നുള്ളത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ അത് മറ്റ് ഉദ്ദേശത്തോടു കൂടി ഒന്നായിരിക്കില്ല. പിന്നെ കഴിയുമെങ്കിൽ ഈ ഒരൊറ്റ തവണ സാർ അവനോടൊന്ന് ക്ഷമിക്കണം. സാറേ, പ്രത്യേകിച്ച് പരാതിയൊന്നും കിട്ടിയിട്ടില്ല. കേട്ടില്ല സാറ്? ശരി, എന്നാ കൊണ്ട് പോക്കോ. വലിയ ഉപകാരം. പോവാനെ. ഡാ ഇങ്ങ് വന്നേ. നിന്നെ എൻ്റെ പേര് ഒതുങ്ങി കിട്ടും. അപ്പൊ ഞാൻ എടുത്തോളാം. ഇപ്പൊ നീ പോക്കോ. വൈദ്യുതി ചെല്ല്. വാ. എന്തിനാ മോനെ വെറുതെ ആവശ്യം? അംസിംഗ് വന്നേ. എന്താ സാറേ? ഇങ്ങ് വാടാ. മോള് വരാറായില്ലേ? ഇതാ വരുന്നുണ്ട്. ഹായ് മോളെ, സൂക്ഷിച്ചിറങ്ങണേ. അവിടെ നിക്ക്, അമ്മ വരാം. ആ കുരുതിമോക്ഷത്തിന്റെ ആവേശത്തില് എന്തോ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. എന്തായാലും ആ പാവപ്പെട്ടവനെ അങ്ങനെ തള്ളണ്ടായിരുന്നു. അയാൾ ആ കുട്ടിയുടെ പുറകെ പോകുന്ന പോലെയാ എനിക്ക് തോന്നിയത്. പിന്നെ അച്ഛൻ സമയത്ത് വന്നുകൊണ്ടാ ആ പോലീസുകാരൻ എന്നെ ഉപദ്രവിക്കാതിരുന്നത്. ആ SIക്ക് എന്നോട് എന്തോ ഒരു വൈരാഗ്യമുള്ളത് പോലെ. ഇനിയിപ്പോ അച്ഛനെ കണ്ടൊന്ന് നന്ദി പറയണം. സ്നേഹമുള്ള ആളാണ്. അച്ഛന് ഹരി ഒരുപാട് ഇഷ്ടാ. അയ്യോ സമയേ, ഞാൻ പോട്ടെ. അല്ല വൈകിയെങ്കിലേ ഞാൻ കൊണ്ടാക്കാം. അയ്യടാ, ഞാൻ പൊക്കോളാം. ശരി. ആനന്ദി, ഞാൻ ഹോസ്പിറ്റലിലേക്കാ. വാ, കേറ്. വേണ്ട, സാറ് പൊക്കോളൂ. അതെന്താ, ഇനിയിപ്പോ ബൈക്കിൽ മാത്രമേ കയറുള്ളൂന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. സാറ് പോയിക്കോ. ഹരി, എന്നെ ഒന്ന് ഹോസ്പിറ്റലാക്കാവോ? കേറ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒപ്പിടാൻ വരട്ടെ. സാറിനെ കണ്ടിട്ട് മതി കേട്ടോ ഒപ്പിടുന്നതൊക്കെ. സർ, ആ ഇതെവിടെയായിരുന്നു ഇത്രയും നേരം? തോന്നുമ്പോ വരാനും പോവാനും സത്രമൊന്നുമല്ലെന്ന് അറിയാലോ. സർ, അത് മനസ്സിലായി? മോൾ അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി വരുന്നെന്നേ എൻ്റെ മോൻ പറഞ്ഞു. ആനന്ദി, പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. നമ്മുടെ ഈ ഹോസ്പിറ്റലിന് ഒരു നിലയും വിലയൊക്കെ അതൊക്കെ ഇവിടുത്തെ സ്റ്റാഫിനും ഉണ്ടാവണം. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളോട്, അതായത് ഈ ആശുപത്രിയോട് താല്പര്യമുള്ളവരുമായിട്ടുള്ള ചങ്ങാത്തം മതി എന്നാണ് ഇവൻ ഉദ്ദേശിച്ചത്. ആ ഹരി എന്ന് പറയുന്നതിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല കേൾക്കുന്നത്. ആ ബന്ധം വേണ്ട, അത് ശരിയാവില്ല. ബന്ധോ? ബന്ധമെന്ന് ഞാൻ ഉദ്ദേശിച്ചതേ അവനുമായുള്ള ചങ്ങാത്തം. ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാ പോരെ സാർ? എന്റെ വ്യക്തിപരമായ കാര്യങ്ങളില് സാർ എന്തിനാ ഇടപെടുന്നേ? ഓഹോ, സംസാരിക്കാനെല്ലാം പഠിച്ചല്ലോ മോളെ. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. നാടോ വീടോ അറിയാത്തവനുമായുള്ള ഇടപാടേ അത്ര നല്ലതിനല്ല. വിലപ്പെട്ട പലതും നഷ്ടപ്പെട്ടെന്ന് വരും. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇതിന്റെ പിന്നിൽ ഉദ്ദേശം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റു പെണ്ണുങ്ങളെ കാണുന്ന കണ്ടുകൊണ്ട് എന്നെ കാണാൻ നിൽക്കരുത്. ഞാൻ അങ്ങനെ ഒരു അച്ഛനുണ്ടായതല്ല. അതെ, ഡീ പൊടിന്നൊക്കെ എന്നെ വിളിക്കാൻ നീ എന്തി?
എന്റെ കൈയുടെ ചൂടുതാൻ അറിയും. മുതലാളി നിൽക്കുന്നൊന്നും ഞാൻ നോക്കൂല. കിടന്ന് തുള്ളാതലേ, ആരുടെ നേരെ നീ കൈ ചൂണ്ടി സംസാരിക്കുന്നത് അറിയാവോ? അറിയാം സാറേ, കൂടി അന്ന് എന്റെ ജോലി പോകും. അല്ലെങ്കിൽ തന്നെ ഇവിടെ തൊട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ദാടി